ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള റാഗി പൗഡർ കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 2 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പിടുത്തം നാളികേരം ചിരകിയതും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒന്നല്ല കേട്ടോ ഒഴിക്കുന്നത്, ഇളം ചൂടുവെള്ളമില്ലേ, ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നിച്ച് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം കൂടും. അതുകൊണ്ടാണ് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് രാവിലേക്കുള്ള അപ്പം റെഡിയാക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് രാവിലെ വീണ്ടും ഒഴിക്കാമല്ലോ. രാവിലെ നോക്കിയപ്പോൾ നമ്മളുടെ മാവ് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമ്മളുടെ റാഗി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ചുടാല്ലേ നമുക്ക്. അപ്പം മാവ് നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പത്തിന്. കണ്ടില്ലേ, നമ്മളുടെ റാഗി അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.